ഗായ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഫുൾ ചിക്കൻ നമ്മളിത് ഗ്രില്ല് ചെയ്യാണ് എയർ ഫെയറിലിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ തക്കാളി, പിന്നെ ഗാർലിക്, ജിഞ്ചർ, പിന്നെ നമ്മൾ ഈ മുളകാണ് ഉപയോഗിക്കുന്നത്, ചീരമുളക്, പിന്നെ ക്യൂബ് ആൻഡ് കറിവേപ്പില. പിന്നെ പ്രത്യേക കാര്യം, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അല്ലാതെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ടേസ്റ്റ് ഉണ്ടാക്കണം. ഇത് നമ്മളെ മസാല. അപ്പോൾ KFC ഒക്കെ അങ്ങനെ ഉണ്ടായത് സ്വന്തം മസാല. ഇത് നമ്മളെ മസാല. നമ്മൾ കഴിച്ചിഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് തുറക്കും. ചിലപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മളിപ്പോൾ ടൊമാറ്റോ അരച്ച പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക വെച്ചാൽ ഇതൊക്കെ പാടെ അരച്ചിട്ട് വരാം ഗൈസ്. മാഷ ഒരു ബൈറ്റ് തരും. ബൈറ്റ് ഇതിൽ ഞങ്ങൾ മസാലയിൽ 2 ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, ജീരകപ്പൊടി, അതുപോലെ തന്നെ പെപ്പർ. കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വരഞ്ഞതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഫഷണൽ ആയതുകൊണ്ട് വരവൊക്കെ മാറ്റുന്നുണ്ട്. വരയൊക്കെ മാറ്റിയിടുന്നുണ്ട് അതിന് നല്ല മസാല പിടിക്കാനും പിന്നെ പെട്ടെന്ന് വേവാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ചെറിയൊരു സൂപ്പും കൂടെ ഉണ്ടാക്കുന്നത്, പാക്കറ്റ് സൂപ്പ്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് മസാല ഇതാക്കുന്നുണ്ട്. പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കേണ്ടി വരും അല്ലേ. മസാല നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു നാരങ്ങല്ല മുസമ്പി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ്, അങ്ങനെ നമ്മളെ എയർ ഫ്രയർ സെറ്റാക്കി വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി സാധനം കയറ്റി വെച്ചിട്ടുണ്ട് മസാല ഒക്കെ ഒന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ട്. മഷ ഒന്ന് പിടിച്ചെടുക്കും മസാല. ഇതിൻ്റെ ടൈമറും ഹീറ്റും സെറ്റായില്ലേ? 170 നോട്ടെന്നാൽ പതുക്കെ വന്നു അപ്പോൾ ഉള്ളിൽ വരുള്ളൂ. 200 ഇട്ട് കഴിഞ്ഞാൽ ഗായ്സ് കണ്ടോ, ഞങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പം ഈ സൈഡും കൂടെ വന്നിട്ടുണ്ട്. ശ്രീകാന്ത് എടുക്കല്ലേ? അങ്ങനെ മയോണീസും സെറ്റായി ഗൈസ്. കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണ്ടേ? ഗൈസ് ചൂടുണ്ട് ഗൈസ്. വാവ്, സാധനം സെറ്റ്. ഇങ്ങനെ വരണം കേട്ടോ. സാധനം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ സംഭവം സെറ്റായിക്കണം. ഞങ്ങൾ മയോണീസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാ നമ്മളെ 2 വില്ലാതന്മാരാണ് ഇത് ടേസ്റ്റൊക്കെ ഉണ്ടാക്കിയ. വാ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സാധനം. യെസ്, മഷിപ്പുറത്തൊന്നും വലിച്ചോ ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയാന്ന്. അതല്ല, അതായാലും മറ്റേ ബാലൻസ് ഉണ്ടാവില്ലേ, അതിലിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കുഴച്ച് വെച്ചതാണ്. കഴിച്ചു നോക്കൂ ഗൈസ്. കഴിച്ച് നോക്കാനും സൂപ്പറെന്ന് പറയാനൊന്നുമില്ല, സംഭവം പൊളിയാണ്. സംഭവം ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ഞാൻ കഴിച്ചോക്കട്ടെ. സെറ്റ്. ഇതിൽ ഉണ്ടാക്കിയാൽ ഏറ്റവും സൂപ്പറായത് ഇതാണ് അല്ലേ? എയർ ഫെയറിൽ ഉണ്ടാക്കിയാൽ